അപ്പോൾ ഒരു ദമസ്കോസ് മുതൽ റോം വരെയുള്ള പൗലോസ് ലീഹയുടെ ജീവിതയാത്ര, മിഷണറി യാത്രയല്ല, ജീവിതയാത്ര നോക്കിയാൽ ആ ജീവിതയാത്രയിൽ അത്ഭുതങ്ങളുണ്ട്, തെളിവുകൾ ദൈവം നൽകുന്നുണ്ട്, അടയാളങ്ങൾ, ദൈവശക്തിയുടെ വലിയ പ്രദർശനങ്ങളുണ്ട്. നടന്നു പോകുമ്പോൾ നിഴല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. വീണും മരിച്ചുപോയി കഴുത്തൊടിഞ്ഞും മരിച്ചു പോകുന്ന യൂത്തിക്കോസ് എന്ന് പറയുന്ന ആൾ ആ ക്ഷണത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ അപ്പോസ്തോലന് വലിയ സഹനങ്ങളുമുണ്ട്. ജീവിതത്തെ സഹിക്കാനൊന്നും ബാക്കിയില്ല. ആരെന്നൊക്കെയാണ് സഹിച്ചത്, ആരെന്നൊക്കെയാണ് സഹിക്കാത്തതെന്ന് ചോദിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, എന്തു വേണ്ട, എവിടെ ചെന്നാൽ ഈ തൊട്ട് മേളത്തെ വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. തന്നെ കുത്തുന്ന ഒരു മുള്ള് തൻ്റെ ശരീരത്തിലുണ്ട് എന്ന് താൻ പറയുകയാണ്. തന്നെ അത് എപ്പോഴും നോവിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു മുള്ള് തന്നെ കുത്തുകയാണ്. പിശാചിൻ്റെ ഒരു ദൂതൻ നിന്ന് കൂടെ തന്നെ കുത്തുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പല സന്ദർഭങ്ങളിലും അല്പാൽപ സഹനങ്ങൾ, അത് ചിലപ്പോൾ ആക്ഷേപമായിരിക്കാം, വിമർശനങ്ങളായിരിക്കാം, ചിലപ്പം ആരെങ്കിലും നമ്മുടെ ശത്രുവായിട്ട് നിന്ന് നമ്മളെ ഉപദ്രവിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നാശം കണ്ടിട്ടല്ലാതെ നമ്മുടെ പുറകിൽ നിന്ന് പിന്മാറത്തില്ല എന്ന് പറയുന്ന വ്യക്തികളായിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ആ സഹനങ്ങൾ വരുമ്പോൾ നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ വിളിയെയാണ്. നാട്ടിൽ പറയുമല്ലോ, ഫലമുള്ള മാവിനെ ഏറുള്ളൂ. മാങ്ങയൊന്നും ഇല്ലെങ്കിൽ ആരും എറിയാൻ പോകത്തില്ല. എന്തിനാണ് മാങ്ങയില്ലെങ്കിൽ എറിയാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ഏറ് വരുമ്പോഴേ ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് ഫലമുണ്ട്. പരീക്ഷണം നിങ്ങളുടെ പുറകിലുണ്ടോ, ടെംപ്റ്റർ നിങ്ങളുടെ പുറകിലുണ്ടോ, ടെംപ്റ്റേഷൻ നിങ്ങളുടെ പുറകിലുണ്ടോ, നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ശുശ്രൂഷയുണ്ട്. അത് ഏത് സമയത്തും നമ്മൾ കാണേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്.